ഗവർണർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹം ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. അത് പ്രത്യേകമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം നടത്തിപ്പോവുകയാണ്. അതിൻ്റെ ഭാഗമായി കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും തോന്നുന്നില്ല. എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നല്ലേ നല്ലത്. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ചോദിക്കാൻ? മുഖ്യമന്ത്രിയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. മുഖ്യമന്ത്രി ഗുണ്ടകളെ ഇറക്കി തന്നെ ആക്രമിക്കുകയാണെന്നാണ് സത്യപ്രതിജ്ഞാ വേദിയിൽ മുഖ്യമന്ത്രി അടുത്തിരുന്നിട്ട് മുഖ്യമന്ത്രി മുണ്ടാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സത്യപ്രതിജ്ഞാ വേദിയിൽ നയപ്രഖ്യാപനത്തിന് വരുമ്പോൾ അത് ചെയ്യുന്നില്ല. ഇങ്ങനെ റിപ്പോർട്ടിൽ ചില ചടങ്ങുകളിൽ അവർ പിണക്കമുണ്ട്. ഈ അല്പസമയം മുമ്പ് ഗവർണർ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അധികാരം തലയ്ക്ക് പിടിച്ചതുകൊണ്ട് നിയമത്തെ താങ്കൾ മറന്നുപോകുന്നുവെന്ന്. LKG കുട്ടികളെ പോലെയാണ് മുഖ്യമന്ത്രി ഗവർണറും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ കേന്ദ്ര സർക്കാരിനും ഗവർണർക്കെതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്നും പറഞ്ഞു. പിന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കൊള്ളകളുടെയും കേന്ദ്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ഗവർണറുടെ സുരക്ഷാ വിഷയത്തിൽ പോലീസിനെ പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല എന്നുകൂടി പറയുന്നു. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് പോലെയാണോ ഗവർണർക്ക് ഒരുക്കുന്നത് എന്നുകൂടി ചോദിക്കുന്നു. ഈ ഒപ്പം തന്നെ ഈ നിരന്തരം പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആരോപണം ഇത് രാഷ്ട്രീയ നാടകമാണ് എന്നാണ്. ഇതിന് കൃത്യമായ നമ്പറുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കി സർക്കാരിന്റെ നിലപാടെന്നാണ് ലോക്സഭാ പശ്ചാത്തലം കൂടിയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിന് കാരണമായി നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റ് നോക്കി അത് ശരിയാകുന്നത് ഇതിനു വേണ്ടി പ്രത്യേക പത്രസമ്മേളനം തന്നെ വേണ്ടി വരുന്ന ലക്ഷണമാണുള്ളത്. ഇതിൽ ആദ്യം നമ്മൾ കാണേണ്ടത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം. ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതാണ് പ്രശ്നം. അപ്പം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ്. മുഖ്യമന്ത്രി പോയല്ലോ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. കുറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ? വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ? ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യം വിട്ടുകളി, ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ ഈ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ? ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പം കരിങ്കൊടി കാണിക്കുന്നു. ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ. അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ? പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ. പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ? ഈ പോകുന്നയാൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം, യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം. പ്രതിഷേധത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും. അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും. ആ നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം. ആ FIR എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവ സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ FIRന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ? അപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ളൊരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം എന്നെക്കുറിച്ച് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അത് അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത് വേറൊരു കാര്യമാണ്.